വചനം പറയുകയും ദൈവത്തിന്റെ ഇഷ്ടം പറയുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള എന്ത് അഡ്ജസ്റ്റ്മെന്റിന് പോയാലും ക്രിസ്തു അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശു ക്രിസ്തു, നിങ്ങൾ ദൈവത്തിൻ്റെതല്ല, നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ തന്നെയാണ്. പക്ഷെ ആ പിതാവ് ആരാണ്? പിശാചാണ്. അവന്റെ ഇഷ്ടത്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അവൻ കള്ളന്റെ പിതാവുമാണ്. അവൻ നിങ്ങളെ പറ്റിക്കും, അവൻ തെറ്റിലേക്ക് നയിക്കും. നന്മയുടെ പ്രവർത്തികൾ പലതും കാണിച്ച് അവൻ തിന്മയിലേക്ക് നയിക്കുന്നവനാണെന്ന് മനുഷ്യന് ബോധ്യം കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, പിശാച് നന്മ പ്രവർത്തിച്ചുകൊണ്ടാണ് തിന്മയിലേക്ക് എപ്പോഴും നമ്മളെ നയിക്കുന്നത്. നമ്മൾ ആ നന്മ പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നന്മയാണ്, നല്ലതാണ് എന്ന ചിന്ത മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോഴാണ് നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളെ നമ്മൾ നിസ്സംഗം വിട്ടുകളയുകയും ആ തെറ്റുകളെ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. ക്രിസ്തു അവിടെ പറയുന്ന വ്യക്തമാണ്. ഇവിടെ ന്യായീകരണം ഒത്തിരി സുവിശേഷ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ആ ന്യായീകരണങ്ങളെ ഒക്കെ യേശുക്രിസ്തു എടുത്ത് ദൂരെ കളയുകയാണ്. കാരണം ന്യായീകരണങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പോകുകയില്ല എന്ന് നമ്മളെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതികൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ തന്നെയാ മനുഷ്യൻ. ആ പദ്ധതികളെ അതേപടി കൊണ്ടുപോകാൻ കഴിയാത്തവൻ തീർച്ചയായും അവൻ ദൈവിക പദ്ധതിയിലല്ല നിൽക്കുന്നത്. പിശാച് തന്ത്രശാലി ആയതുകൊണ്ട് അവൻ മനുഷ്യന്റെ മനസ്സിൽ ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല. പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യാറുള്ളൂ, അങ്ങനത്തെ ഒരു കുറ്റങ്ങളും ചെയ്യാറില്ല, അങ്ങനെ ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറുതും വലുതുമെന്നില്ല, ദൈവനീതിക്കെതിരായി ചെയ്യുന്നതെല്ലാം വലിയ തെറ്റുകൾ തന്നെയാണ്. കാരണം അവൻ കള്ളനാണ് ആ മനുഷ്യൻ. സത്യസന്ധനായ മനുഷ്യൻ ഒരിക്കലും ദൈവനീതിക്കായി പ്രവൃത്തി ചെയ്യില്ല. അവന്റെ ചെറിയ ചെറിയ നേട്ടങ്ങൾക്കോ സ്വാർത്ഥതയ്ക്കോ വേണ്ടി ആരെയും കുഴിയിൽ ചാടിക്കില്ല, ആരുടെയും ദോഷത്തിന് വേണ്ടി സംസാരിക്കില്ല, സ്വന്തം ആത്മാവിന്റെ നാശത്തിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് നടത്തില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ അത് ഏത് പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി ദൈവികതയെ മാറ്റി നിർത്തിക്കൊണ്ട്, ദൈവിക പദ്ധതികളെ മാറ്റി നിർത്തിക്കൊണ്ട്, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ നിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് പ്രവർത്തികൾക്കൊക്കെ അവൻ വില കൊടുക്കുമെന്ന് മാത്രമല്ല, അവൻ ദൈവിക പ്രവൃത്തി അല്ല ചെയ്യുന്നത്, അവൻ പിശാചിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവന്റെ പിതാവ് പിശാച് തന്നെയാണ് എന്ന് വ്യക്തമായി വചനം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നു. ഇല്ലേ? ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പറയാറുണ്ട്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നന്മയുടെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പദ്ധതികളാണെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവിക ഇഷ്ടം നിറവേറ്റുന്ന പ്രകടനമാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കാഴ്ചവെക്കുന്ന പല പ്രവൃത്തികളും ഇതുപോലെ അഡ്ജസ്റ്റ്മെന്റുകളുടെ മേഖലകളായി മാറുന്നു. അവിടെ ഒന്നും ദൈവത്തിന്റെ സ്ഥാനമല്ല പ്രവർത്തിക്കുന്നത്. അതാണ് പറയുന്നത്, കള്ളനും കള്ളന്റെ പിതാവും. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനെ, മനുഷ്യകുലത്തെ, അവന്റെ ചിന്താഗതികളെ ഒക്കെ മാറ്റിമറിക്കാൻ പറ്റുന്ന ദൈവിക പദ്ധതികളാണെന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ, മനുഷ്യന് ചിന്തിക്കുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ നിങ്ങളുടെ പിതാവിന് കഴിയും എന്ന് പറയുന്നത്. നിങ്ങളുടെ പിതാവ് ആരാണ്? പിശാചിന് കഴിയുമെന്ന് ആ തലമുറയോട് ക്രിസ്തു കറക്റ്റായി പറയുന്നുണ്ട്. നിങ്ങൾ അബ്രാഹത്തെ അനുസരിക്കുന്നില്ല, അബ്രാഹത്തിന്റെ പദ്ധതികളെ അംഗീകരിക്കുന്നില്ല, എന്നാൽ അബ്രാഹത്തിൻ്റെതാണെന്നോ അബ്രാഹത്തിന്റെ ഇഷ്ടത്തെ ഞങ്ങൾ മാനിക്കുന്നു എന്നും പറയുന്നു. അബ്രാഹം മാനിച്ചവനായ ഞാൻ സ്വർഗത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, സ്വർഗം പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ, അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ കൊലയ്ക്ക് വേണ്ടി കൊടുക്കാനായി ഒരുങ്ങുന്നു. ആ തെറ്റിന്റെ ആഴം എത്ര വലുതാണ്! അവിടെയും ആ തെറ്റിനെ അവർ ന്യായീകരിക്കുന്നു. നമ്മളും ഇന്ന് അത് തന്നെ ചെയ്യുന്നു. പല രീതിയിൽ ക്രിസ്തുവിനെ ഇന്ന് കൊലയ്ക്ക് തന്നെ കൊടുക്കുന്നു മനുഷ്യൻ.